പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഈ സൈഡ് നല്ല ഭംഗിയാണ് കാണാൻ. പുല്ലൊക്കെ പിടിപ്പിച്ച് ഇവിടെയൊക്കെ ഓരോ മരങ്ങളൊക്കെ നട്ട് റംബുട്ടാൻ, ഓറഞ്ച്, കൊടപ്പുളി, പിന്നെ മറ്റേ ഈ എന്താ പറയുക സപ്പോട്ട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നട്ടിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീൻകുളത്തിൻ്റെ ഈ വശം നല്ല ഭംഗിയാണ്, പുല്ലൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വശം ഇവിടെ കുറച്ച് കൊള്ളി നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 തെങ്ങുകളുണ്ട്. അതിൻ്റെ ഈ അപ്പുറം നോക്കിയാൽ ഈ ഏരിയ ഒരു ഭംഗിയില്ല, വെറുതെ അലകുലത്തായിട്ട് കിടക്കുക, ഒരു ഭംഗിയില്ല, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൃത്തിയാക്കലാണ്. ഇവിടെ എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതെന്തിനാണ് ഇവരെ വീട്ടിലത്തെ ഈ പണികൾ കാണിച്ച് ഞങ്ങളെ എങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങൾ കാണിച്ച് യൂട്യൂബിലിട്ടിട്ട് കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചോദ്യം ചിലർക്കൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇത് എന്തുകൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ വയറും ചാടാണ്ട് വണ്ണം കുറഞ്ഞിരിക്കുന്നു. നമുക്ക് കുറേ പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരമൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രചോദനമാണ്. നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോയിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കാണണ്ടാവും. ഓരോരുത്തർ നിന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിക്കും, അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താനായിട്ട് അവർ നമ്മളോട് പറയും, അങ്ങനെ കാര്യങ്ങൾ. ഇതും ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മനസ്സിനും സന്തോഷം നൽകുന്ന ഭയങ്കര മോട്ടിവേഷനാണ്. ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1% നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃപ്തനാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പണിക്കാരെ വെച്ചിട്ട് ഇത് ചെയ്യാം. നമ്മുടെ അണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ അണ്ണൻ 8 ദിവസം കൊണ്ട് ഭയങ്കര സുന്ദരം. പക്ഷേ നമ്മുടെ പണികൾ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ, നമ്മുടെ മനസ്സിനും കൂടി സന്തോഷമല്ലാണ്ട് അയാൾ ചെയ്ത് ഭംഗിയാക്കി കണ്ടിട്ട് അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് തീരെ പറ്റാത്ത പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്ത് കണ്ട് രസിക്കാം. പക്ഷേ ഇങ്ങനെ പണികൾ നമ്മളത് ചെയ്യാം. അപ്പം ഞാൻ ഇനി ഇവിടെ ഭംഗിയാക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പം എങ്ങനെ കിടക്കണമെന്നൊക്കെ മനസ്സിലാക്കി. ഒരു നേന്ത്രക്കൊല വെട്ടി ഇതിനെന്തൊരു പരിഹാരം ഇവിടെ മാറ്റൂട്ടാ, ഇതൊക്കെ മാറ്റിയും. ഇത് മോഹൻലാൽ പറഞ്ഞ പോലെ മറ്റേ ഈ ദൃശ്യത്തില് ഒരു കമ്പോസ്റ്റ് കുഴി കുത്തിരണ്ടല്ലേ, ആ കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കിയതാ. അപ്പൊ എന്താ നല്ല താഴ്ച കാണണം. കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ അന്ന് തുടങ്ങിയ മഴയാ, അന്ന് തൊട്ടിയില് വെള്ളത്രയുണ്ട്. നല്ല താഴ്ചയുണ്ട്, ഭയങ്കര താഴ്ച. ഞാൻ കാണിച്ചു തരാം. ഇറങ്ങാൻ പോവാ? അല്ല, ഇറങ്ങണമെന്നില്ല. ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ കായ്ക്കോട്ട് എന്റെ എത്രക്ക് ഇല്ലേ കണ്ട, അത് മുങ്ങിപ്പോവും. കായ്ക്കോട്ട് താഴ്ചയുണ്ട് കണ്ട, ഇത്രയ്ക്ക് താഴ്ചയിൽ വെള്ളമുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഇത്രയ്ക്കുണ്ട്. ഇതിപ്പോൾ മാറ്റാൻ പറ്റില്ലടാ. ഇതിപ്പോൾ ഇവിടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു നടക്കുമെന്നറിയില്ല, ഒരു ചെറിയൊരു സ്വിമ്മിങ് പൂള് പണിയാനുള്ള പരിപാടിയാണ് നമ്മൾ വിചാരിച്ചു വന്നത്. അനീഷിന്റെ വീട്ടിൽ കണ്ടപ്പോ തുടങ്ങിയൊരു ആഗ്രഹമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ അതിനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നല്ല വെള്ളത്തിൽ ഒരു 10,000-40,000 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഞാൻ തരാൻ പോവാണ്. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലൂടെയാണ്, അല്ലാണ്ട് വാചകടിയിലൂടെ ഇല്ല കേട്ടോ. ഇവിടെ ഒരു വെള്ളം ടാങ്ക് ഇരിക്കുന്നുണ്ട്. വെള്ളം ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ വെച്ചിരുന്ന ടാങ്കാണിത്. ഇതിനൊരു കുഴപ്പമൊന്നുമില്ല ടാങ്ക്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ മീൻ പിടിക്കുമ്പോൾ ഇതിൽ മീൻ എന്താ പറയുക കൂടുതൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇടും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു കന്നുണ്ട്, ഒരു നേന്ത്രപ്പഴക്കന്ന് നല്ലുണ്ട്, കുഴപ്പമില്ല. ഇതിപ്പോൾ ഒന്നിനും കൊള്ളില്ല. ഇത് വെറുതെ പാളാക്കാനെ പറ്റുള്ളത് കണ്ട, ചീഞ്ഞ് പരിവായിട്ടുള്ളതാണ്. ഇവിടെ ഒരു പാളയം കുടം വളരെ കൂട്ടുണ്ട്. ഇത് ഇതിലുണ്ടാവാൻ വെച്ചാൽ ഇത് കുറച്ച് കഴിയാറാകുമ്പോൾ അത് ഒരു മറിഞ്ഞു വീഴിൽ വരും. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലാത്ത 2-3 കന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റാണ്. പിന്നെ ഒരു കൂട്ടം കായനില്ലേ അതിനവിടെ നിർത്തുന്നുണ്ട്. ഈ ആവശ്യമില്ലാത്ത 2-3 എണ്ണം കളഞ്ഞിട്ട് ഇവരെ ഒതുക്കി ഇവിടെ ഭംഗി കൂട്ടാനായിട്ട് ഇവിടെ കുറേ തെങ്ങിടയ്ക്ക് കവറുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റി കൂട്ടിയിരിക്കുകയാണ് കേട്ടോ.
വാഴകല്ലനെ വാഴകല്ലല്ല കേട്ടോ, വാഴയുടെ കടനെ പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കന്ന് കഴിച്ചിട്ടുള്ള ഇതില്ലേ, അതായത് ഇതിൻ്റെ കന്നുകൾ നമുക്ക് ഇനി വീണ്ടും വാഴയ്ക്ക് മാറ്റാമല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളതാക്കില്ലേ വാഴക്കല്ല, അത് കൂട്ടാൻ വയ്ക്കാൻ അടിപൊളിയാണ്. ഈ വാഴക്കല്ലും പയറും, വാഴക്കല്ലും മുതിരയും, വാഴക്കല്ലും പരിപ്പ്, വയറിന് ഇത്രയും നല്ലൊരു സാധനം എന്താ പറയുക കേരളത്തിൽ കിട്ടില്ല. വാഴക്കല്ല ഇതാണ് വാഴക്കല്ല, യഥാർത്ഥ വാഴക്കല്ല. യഥാർത്ഥ വാഴക്കല്ല എന്നല്ല, ഇതുപോലത്തെ വാഴക്കല്ല. പിന്നെ ഇതിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ സാധനം കണ്ട, ഇത് നേന്ത്രവാഴ കന്നായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് കുഴിച്ചിടാം. അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ട്, കണ്ട അടിപൊളിയായിരിക്കും. പിന്നെ ഒരെണ്ണത്തിൽ കണ്ടമാനം ഉണ്ടാവും കേട്ടോ. ചിലതിലൊക്കെ കണ്ടമാനം വാഴക്കല്ലിയും വാഴക്കന്നുണ്ടാവും. ഇതിനെ വേണമെങ്കിൽ വാഴക്കന്നായിട്ട് ഉപയോഗിക്കാം, വാഴക്കല്ലായിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇപ്പുറത്തൊക്കെ വാഴക്കല്ലുകളുണ്ട്. ഇതൊക്കെ അടിപൊളി കൂട്ടാൻ വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഇനി ഇതിന് കടയ്ക്ക് കണ്ടമാനം ചവറിങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെടുപ്പാക്കലെന്ന് അടുത്ത പണി കണ്ട, അത് മാറ്റി കളയണം. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ വരുന്നുണ്ട്, നല്ല മഴ ഉണ്ട്. ഇതിന് കടയ്ക്ക് ഇതൊക്കെ ഇലകളെ ഒക്കെ ബെസ്റ്റ് വളമാണ്. ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് മണ്ണ് വരുന്നു, വളരെ ഭംഗി. ചെറിയ ചെറിയ കല്ലുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കല്ലുകളല്ല കണ്ട, ഒരു ഷോർട്ട് ഫുട്ടിൻ്റെ വലിപ്പത്തിലുള്ളതുണ്ട്. അതെ, ഇവിടെ ഒരു വാക്കുകാല് നമ്മുടെ പണ്ട് ഒടിഞ്ഞിരിക്കുന്നതുണ്ട്, അവര് എടുക്കണം. ഇതിവിടെ മറിഞ്ഞു വീണ് കിടക്കണ്ടായിരുന്നു, അന്ന് ഒടിഞ്ഞത്. അത് മണ്ണിൽ പൂന്ന് പോയി, അപ്പൊ അവനെ എടുക്കാൻ നിവർത്തിയില്ലേ. അവനെ അയ്യോ, മണ്ണ് മാറ്റിയിട്ട് പൊക്കിയാൽ മതി തോന്നുന്നു. മുകളിൽ നോക്കട്ടെ, പൊങ്ങണ ഭയങ്കര കന ഹൈലസ ചേട്ടൻ തണ്ടല്. എടാ ഇവിടെ ഒടിഞ്ഞു, കാലേ ഒടിഞ്ഞു, ബലം കുറഞ്ഞിട്ടാ. ഇങ്ങനത്തെ വാർപ്പ് കാലുകൾ നല്ല ബലം തന്നെ നോക്കി വാങ്ങിക്കണം, നമുക്കറിയില്ല ഇത് എങ്ങനെയാണ്. അവിടെ പച്ചക്കറി പന്തലിൻ്റെ ഈ മതിലിന്റെ പിന്നിലായിട്ടേ മൂർക്കം പാമ്പ് ഞങ്ങൾ കണ്ടില്ല ചേട്ടാ. ആ വീട്ടിലത്തെ പെൺകുട്ടിയുണ്ട് നീതു, അവൾ വിളിച്ചിട്ടാ പറഞ്ഞേ അവിടെ ഒരു മൂർക്കം പാമ്പ് കുറേ നേരം പത്തി വിരിച്ച് ഇങ്ങനെ നിന്നു അവരെന്നെ നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് പോയി, എവിടേക്കാ പോയിന്ന് കണ്ടില്ല. ചിലപ്പോ മതിലിന്റെ അപ്പുറത്തൂടെ ഇങ്ങോട്ട് വരാം, അതിന്റെ അപ്പുറം ആകെ കാട് പിടിച്ച് കിടക്കണേ. ഒരു പട്ടിക്കൂട് കാണുന്നുണ്ട്, അതിന്റെ പിന്നിലായിട്ടാണ് പാമ്പിനെ കണ്ടേന്നാ പറഞ്ഞ നീതു. കണ്ട ഇവിടെ ഇങ്ങനെ കിടക്കണേ. സ്ഥിരമായിട്ടൊരു ചേരയുണ്ട്, ഒരു വണ്ടൻ ചേര.
അത് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. കാണിച്ചു എന്നുള്ളതാ. ചേര തവളയും പിടിച്ചിട്ട് പോകുന്നത് കിണറിന്റെ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലിട്ടുണ്ടായിരുന്നു. ചേരിലൊട്ടും മൂർക്കണ്ടാവും പറയണ്ടേ. നാരങ്ങ വെള്ളം, കളക്കാതെ നിൽക്കുന്ന വെള്ളം. ഞാനും പണിയെടുക്കായിരുന്നു. ഞാൻ അവിടെ മുറ്റടിച്ചു വരായിരുന്നു. എന്റെ അടിച്ചു വരല് കഴിഞ്ഞു. ഞാൻ 4:30 പറക്കി കൂട്ടിയിട്ട് വേണമെങ്കിൽ കുളിക്കാൻ. ഈ സമയത്ത് ഒന്നുകിൽ സംഭാരം അല്ലെങ്കിൽ നാരങ്ങ ഉപ്പിട്ടത് വേണം അല്ലേ. വെറുതെ പച്ചവെള്ളം കുടിക്കരുത്. അല്ല കുടിക്കരുതെന്നല്ല, ഉപ്പും ശരീരത്തിൽ നിന്ന് പോവല്ലേ ഞാൻ പണിയെടുക്കുമ്പോ അല്ലേ. മോരും വെള്ളമൊക്കെ വേണ്ട. മോരും വെള്ളത്തിന്റെ ടൈം ആയിട്ട് വേനൽക്കാലമായിട്ട് മോരും വെള്ളം നല്ലത്. ഇതിപ്പോ നല്ല സാധനം. എല്ലാവരും ചില ചേട്ട കളയ്ക്കുമ്പോ എനിക്കൊരു പണിയില്ലാന്നാ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചേട്ട എടുത്തെടുത്ത് പറയണത്. സരിതടിച്ചു വാരിച്ചാ വെറും സരിതടിച്ചിട്ട്. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയായിരിക്കണം അല്ലേ. ഭാര്യമാരെ സഹായിക്കണം അല്ലേ ചേട്ടാ? ചേട്ടൻ്റെ അഭിപ്രായം? സഹായിക്കലല്ലോ ഇത്. അതായത് നമ്മള് കൂട്ടായ ഒരു പണികള് ചെയ്യുന്നു തന്നെ. സഹായം എന്ന് പറഞ്ഞാൽ ശരിയത് നിന്റെ പണിയല്ലേ. അല്ലല്ല, സഹായിക്കലല്ലോ ഇത്. നമ്മൾ കൂട്ടായിട്ട് ചെയ്യുമ്പോ ഞാൻ അവിടെ കായിക്കോട്ടെ കളിക്കരുത്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നീ ഇവിടെ ചെയ്യുമ്പോ ഞാൻ ചെയ്യുന്നു. സഹായിക്കാന്ന് പറയാൻ പറ്റില്ല. വീട്ടിലത്തെ പണികളാണല്ലോ. വീട്ടിലത്തെ പണിയിൽ എല്ലാവർക്കും ഒരേ തുല്യ അവകാശം തന്നെയാണ്. അത്രേ ഉള്ളോ. പെൺകോന്തനാണ് ചേട്ടൻ പറയും ആൾക്കാര്. ഇത് ചെയ്ത് കൊടുത്തിട്ട് പെൺകോന്തനാന്ന് പറഞ്ഞാണെങ്കിൽ അത് ഒരു അംഗീകാരമാണ് നമുക്ക്. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ ഞാൻ എന്താ പറയുക, വില മതിക്കുന്നു. അങ്ങനെയുള്ള പെൺകോന്തന്മാരെ ഇഷ്ടമാണ് നമുക്ക്. ഹെലികോപ്റ്റർ. നമ്മുടെ ഈ തടല്ലേ അടിപൊളിയാക്കി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പുല്ല് പിടിപ്പിക്കലാണ്. നമ്മളും തടം ഭംഗിയായിപ്പോ നമ്മൾ തവിട് പൊടി. അത് വേറെ കാര്യം. അപ്പൊ ചെയ്യണ്ട ചേട്ടാ. ഇപ്പൊ എനിക്ക് നട്ടണം. കാരണം സമയം കിട്ടില്ല. അപ്പൊ ഈ പുല്ല് നമ്മള് അവിടെ ഇഷ്ടം പോലെ കണ്ടില്ലേ. ഇതൊക്കെ ഇഷ്ടം പോലെ പുല്ലാണ് അവിടെ. അവിടെ നിന്ന് പറിച്ചു കൊണ്ടാണ് കുഴിച്ചിടാൻ വേണ്ട. പുല്ല് ഇവിടെ നിന്ന് എടുക്കന്നെ. ശരിക്ക് പടർന്ന് കിടക്കണം തന്നെയാണ്. ഇതിപ്പോ ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഇങ്ങനെ തന്നെ വെച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് പടർന്ന് തോന്നും. പിന്നില്ലാണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഇവിടുത്തെ മണ്ണ് മാറ്റി എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. നനച്ചു കൊടുത്താ പോരെ. വേണ്ട, ഇങ്ങനെ വെക്കല്ലേ. സാധാരണ പോലെ വെക്കാം. പുല്ല് നമ്മൾ വെച്ചു കൊടുക്കണം. ഇത് എത്രയ്ക്ക് അകലം വെച്ചിട്ട് വെക്കുന്നുണ്ട് നമ്മൾ. എന്തായി അതിന്റെ പുളി കഴിഞ്ഞാ നട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പകുതിയാ പറയി. അതിന്റെ സാധനം ഭംഗി തുടങ്ങിയ ഷർട്ടക്കൂരികളഞ്ഞ പിന്നെ മനുഷ്യൻ ഊഷ്ണിച്ച് മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കുമ്പോ മഴക്കാരുണ്ടാവുമ്പോ ഒരു പുഴുക്കം കൂടില്ലേ. ഇതൊരു ഭംഗി. ഇപ്പം നട്ടിട്ട് ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കട്ടെ. കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് പടരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുക. ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ പുല്ല് വയ്ക്കാനൊക്കെ പോവാല്ലേ. ചെറുതാ ലോകത്തെ കുറേ പണികൾ ഇപ്പം പഠിക്കാം. പശുവിനെ ഇറക്കാൻ പോവാം.
പിന്നെ എന്തൊക്കെ പണികളുണ്ട് ചേട്ടന് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഡ്രൈവർ അല്ലേ? ഡ്രൈവിങ് ചേട്ടൻ ചെയ്ത് തുടങ്ങതല്ലേ? നമുക്ക് ടാറ്റ സുമി ഉണ്ടായിരുന്നപ്പോൾ ഡ്രൈവിങ് ചെയ്യാം. അങ്ങനെ 3.5 മണിക്കൂർ നേരത്തെ, 3.5 അല്ലേ, 2:20 സമയം ഉച്ചയ്ക്ക് ചോറിട്ടില്ല. ആ ഒരു 4 മണിക്കൂറോളം നേരത്തെ സമയം കൊണ്ട് ഇവിടെ ഇങ്ങനെ വെടുപ്പാക്കി പുല്ല് നട്ടു. ഇനി നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അല്ല മഴ വരുന്നുണ്ട്, എന്നാലും നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ചിലപ്പോൾ മഴ പെയ്തില്ലെങ്കിലോ. ഇനി ഇവിടെ ഭംഗി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സൈഡിൽ ഇത് ഇവിടെ മണ്ണിട്ടിട്ട് ഇവിടെ ഫുള്ള് പുല്ല് പിടിപ്പിക്കണം, നല്ല ഭംഗിയിൽ പിടിപ്പിക്കണം. ഇതേപോലെ തന്നെ പെട്ടെന്ന് പരക്കട്ടെ. അപ്പോൾ നന്നായി നനച്ചു, നല്ല രസകരമായി പണിയെടുത്തു. അപ്പോൾ നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ഒരു നന്ദി, നമസ്കാരം കേട്ടോ.